ഞാൻ ചെറിയൊരു മെമിക്രി എടുക്കാൻ വേണ്ടിയാണ് ചാൻസ് വെച്ചത്. എൻ്റെ പേര് ബാബു എന്നാണ്, മലപ്പുറത്താണ് പേരാ. ഇവിടെ ബിൽഡിങ്ങിന്റെ പണി എടുക്കേണ്ട ആമ്പല്ലൂര്, പിന്നെ റോഡിന്റെ പണി എല്ലാം കൂടിയാണ് ഇപ്പോൾ. ഞങ്ങൾ കുറെ കാലമായിട്ട് ഞങ്ങൾ കൊടകര ചെയ്യുന്ന പണിപ്പോടെ എടുത്ത് അവിടെ തുടങ്ങിയത്. ഇപ്രാവശ്യം പഞ്ചായത്ത് മേള നടന്നത് മലപ്പുറത്ത്. പഞ്ചായത്ത് മേളയിൽ മിമിക്രിക്ക് എനിക്കാണ് സെക്കൻഡ് കിട്ടിയത്. അത് ഞാൻ അവരോട് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ കയറുന്ന വെച്ചാൽ നിങ്ങളെ ഈ നാട്ടിലൊക്കെയാണ് ഈ സിനിമന്റെ ഒക്കെ ആൾക്കാരിൽ സംവിധായകര് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടാവില്ലേ. അല്ല, പഞ്ചായത്ത് മേളയ്ക്ക് സെക്കൻഡ് കിട്ടിയത് ചെറിയൊരു കാര്യമല്ല, മനസ്സിലായ? എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ? രണ്ടാൾക്കാർ, ഞാനും കുഞ്ഞമ്മ. ഫസ്റ്റ് ഓനും സെക്കൻഡ് എനിക്കും. അതിന്റെ ശേഷം കാലിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ 12 കൊല്ലമായിട്ട് ടീമിന്റെ കൂടുതൽ ഹെൽപ്പറായിട്ട് പോകണം. വാർപ്പിന്റെ പണിന്റെ ഞാനാ മെയിൻ ഹെൽപ്പർ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, 12 കൊല്ലമായിട്ട് എങ്ങനെ ഹെൽപ്പർ? സാധാരണ ഒരാൾ പണി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം കൊണ്ട് പണി പഠിച്ച് മെയിൻ മേസ്ത്രിയാവും. അതറിയാം, മേസ്ത്രി ആയി കഴിഞ്ഞാൽ മുകളിൽ കയറി വെയിലും മഴയൊക്കെ കൊള്ളണം. ഇതപ്പോ മുട്ടിനിടയിൽ ഒളിച്ചിരുന്നാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ 900 ഇട്ടു അങ്ങനെ കഴിഞ്ഞോടെ പോവാ. ഞാൻ അതിന്റെ അടുത്തൊന്ന് ഗൾഫ് പോയി ആ ക്യാപ്പിലാണ് ഈ കോട്ടനസൂർ പിഷാരയുടെ ഒക്കെ അടിച്ച് കയറി പോയത്. ഞാൻ ആ പോക്ക് പണി ഇപ്പൊ സിനിമ എത്തിണ്ടാവും. എന്റെ പണി നിങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു? ഞാനും കുറച്ചാൾ ഗൾഫിലുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ദമാമിലായിരുന്നു. ഞാൻ ഏതോ ഒരു ഗുദാമിലായിരുന്നു, അത് നമ്മൾ തമ്മിൽ കാണാൻ. ഞാൻ ആദ്യമായിട്ട് ഗൾഫ് പോയപ്പോൾ എന്റെ അച്ഛമ്മക്ക് എന്നെ ഭയങ്കര സ്നേഹം. ഞാൻ പോണ സമയത്ത് അച്ഛമ്മ കുറച്ച് അരിപ്പൂവൊക്കെ ആയിട്ട് വന്നിട്ട് 5-6 വട്ടം കണ്ട് ഒഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, എന്റെ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല. തള്ള പറഞ്ഞ മാതിരി തന്നെ 1.5 കൊല്ലം ഒന്നുമില്ലാതെ വന്ന്. അതിന്റെ ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പൊ എന്റെ ചെറിയ 2-3 മിമിക്രി ഐറ്റംസ് എടുക്കാൻ പോണത് നമ്മൾ ഈ ശിങ്കാരിമേള തമ്പോലൊക്കെ ഇല്ല, വലിയ ചെണ്ടല്ലേ അടിക്കണ, അതിന്റെ മേസിക്ക് എടുത്തിട്ട് എനിക്ക് സെക്കൻഡ് കിട്ടിയത്. ആ ഐറ്റംസ് എടുക്കാൻ പോണേ. അയിമ ചവിട്ടുണ്ട് ആണി കേട്ടത് നാളെ പണിക്കുള്ള. അപ്പൊ ആ വലിയ ചെണ്ടന്റെ മ്യൂസിക് കിട്ടും. ആ മുട്ടിനനുസരിച്ച് കൈയടിച്ചോളി. എല്ലാരും ഒന്ന് കൈയടിച്ചോളൂ, ഉറക്ക കൈയടിച്ചോളി. ബാക്കിയുള്ള എല്ലാരും കൈയടിച്ചോളി. കയറി എന്നപ്പോഴുള്ള മാറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ കയ്യും കാലും വർക്കുണ്ടാതാ. കൈയടിച്ചോളിട്ട് കൈയടിച്ചോളിട്ടാ. വിശ്വസിക്കാൻ പറ്റില്ല. ഗംഭീരല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമുള്ള ജനറേറ്റർ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വീപ്പായി പോകും. ആ ജനറേറ്റർ കയറുകൊണ്ട് പിടിച്ചിട്ട് വലിച്ചിട്ടുള്ള ഷാർട്ടാക്കുക. ജനറേറ്റർ ഷാർട്ടാക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോകണം. അതെ, ഒരു മിനിറ്റ്. ഒച്ച എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റേജ് ഒക്കെ ആയി കഴിയുമ്പോൾ ശബ്ദം അല്ലെങ്കിൽ വോയിസ് എന്ന് പറയുന്നത് ഞങ്ങള് മലപ്പുറത്ത് കൂറ്റെന്നാ പറയാ. എന്റെ കാണുമ്പോ തുടങ്ങുമ്പോ മമ്മൂട്ടിന്റെ കൂറ്റെടുക്കും, മോഹൻലാലിന്റെ കൂറ്റെടുക്കാറുണ്ട്. അപ്പൊ ജനറേറ്റർ ഷാർട്ടാക്കുമ്പോൾ ഒച്ച എങ്ങനെ അറിയാം? സ്റ്റാർട്ടായില്ലല്ലോ. ചാട്ടായ കൈയടിച്ചോളിട്ട് കൊല്ലിയിൽ വെള്ളം ചേർത്ത് വേജാറോണ്ട കിട്ടാത്ത ചാട്ടായ ഉറക്കടിച്ചോളി. ഇങ്ങനെ ഇതിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുമ്പോ എയർ കൂട്ടിക്കിട്ട് ഓഫാകുമ്പോ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. എല്ലാരും കൈയടിച്ചോളി. അപ്പോഴാണ് ഡ്രസ് ഇട്ട് നിങ്ങളൊക്കെ കൈയടിക്കാൻ പറയും. അതൊരു പറഞ്ഞേ. ഞാൻ എടുക്കാൻ പോണേ ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ പോണേ. ലേഡീസിനുള്ള പറഞ്ഞ കൺമഷി അതൊന്നല്ല, ഈ നാളികേരം ചെറുമ്പോൾ അതെങ്ങനെ? നാളികേരം ഇങ്ങനെ ഉണ്ടാവുക. ഇത് ചെരുവി ചിരട്ടിലെടുത്തതും ഒച്ച മാറും. ആ നേരത്തെ എന്നെ കണ്ടു എന്റെ ഭാര്യക്കൊരു ചെരുവല്ലത് അങ്ങനെ അറിയാം. എപ്പോഴെങ്കിലൊക്കെ പോണതാ പോരേല്. ഇനി ഇപ്പത്തെ കുട്ടികളൊന്നും കേൾക്കാത്ത ഒരു മിമിക്രി എടുക്കാൻ പോണേ. അത് ആ വെച്ചാല് പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കുന്നത്. ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ ഞങ്ങള് വെള്ളം കോരുകയെന്നാണ് പറയാ. എങ്ങനെയാലും വെള്ളം കിട്ടിയാ പോരെ. അപ്പൊ ഈ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോഴുള്ള ചെറിയ ഒച്ച എങ്ങനെ വെച്ചാല് എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടായ. പക്ഷെ ഇത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയാണെങ്കിൽ ഒച്ച മാറും. അതെങ്ങനെ അറിയാം? ചെറുക്കി കിട്ടൂല. അത് കുഴപ്പമില്ല, അത് മൈൻഡ് ചെയ്യണം. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ BEd കഴിഞ്ഞതാ. BEd കഴിഞ്ഞിട്ട് പറഞ്ഞേ തിരിഞ്ഞു പോയതാ. 8 P മാറിപ്പോയതാ.
ഞാൻ എടുക്കാൻ പോണേ നമ്മള് സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാലേ തൃശ്ശൂരൊക്കെ ഉണ്ടായില്ലേ ഈ മരണക്കിണറിൽ ബൈക്ക് ഇങ്ങനെ പോലെ പോയില്ലേ. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ഒച്ചെടുക്കാൻ പോണേ അത് ഭയങ്കര ടഫായിട്ടുള്ള സംഭവമല്ലേ അത്? അത്ര ടഫ് ഉണ്ടോ? തുപ്പിലിറക്കിണ്ട്. അപ്പൊ ഈ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ലോക്കൽ വണ്ടിയായിട്ട് കൈയടിച്ച് വേണ്ടിട്ട് വ്യാജാരം കൊണ്ടാണ് അതാ വണ്ടി ഇങ്ങനെ പാറിക്കോട്ടെ കേട്ടോ. ഇതെന്തൊക്കെ അറിയണെന്തോ? ഇതെന്തൊക്കെ അറിയണേ? ഇങ്ങനെ കൈഡ് കിട്ടില്ല, കിട്ടിയപ്പോ സന്തോഷം അടിച്ചോളി. അല്ലല്ല, ഇതെന്ത് ഇത്ര ചൂടുള്ള സമയത്ത് ഈ തൊപ്പി കിട്ടുമോ നടക്കുന്നത്? ഇന്ത്യക്കാര് മുടിയെട്ടി കൊളാക്കിയതാ. ഇപ്പൊ എല്ലാ ബാർബർ ഷാപ്പിലും ബംഗാളികളാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ഓല് ഇന്ത്യയിലും ഇങ്ങോട്ടും ചോദിച്ചു. രണ്ടുകൂട്ടർക്ക് മനസ്സിലായില്ല, മൊട്ട അടിച്ചഞ്ഞ്. മുടി വെട്ടണ ശബ്ദം ചെയ്യാൻ പറ്റും? അതെടുക്കും, ഒച്ച ഒക്കെ എടുത്തേനെ. ഇങ്ങനെ വളഞ്ഞു തൊളിയാൻ നിങ്ങളെ എടുത്തരാം. ഇങ്ങനെ തൊളിയേ കഴിഞ്ഞില്ല. ഇപ്പൊ മുടി വെട്ടല് കുറവാ, അപ്പൊ മെഷീൻ വെക്കല ട്രിമ്മർ. അതെങ്ങനെ അറിയാം? എടുത്തേക്ക് വരെ ഇങ്ങനെ ഉണ്ടായി. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി. കഴിഞ്ഞ 2-3 ഐറ്റംസ് കൂടെ ഉള്ളു. ചിർക്കല്ലേ നിങ്ങൾ ചിർച്ചാക്കി കിട്ടും, ഓല് ചിർച്ചാക്കി കിട്ടും. അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാ പോലെ കൈയടിച്ചാൽ മതിട്ടോ. ചിർക്കി പൊക്കി വേഗാറാകും. അതാണ് ഞാൻ എടുക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മള് വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചു കൊടുക്കൂലേ. വാട്ടർ ബോട്ടിലിൽ വെള്ളം ഇങ്ങനെ നിറയ്ക്കുമ്പോ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോഴാണ് ചെറിയൊരു ഒച്ചുണ്ട്. ആ എടുക്കാൻ പോണെ എങ്ങനെ അറിയാം? ഇന്ത്യയുടെ കുറെ കിളികളുണ്ട് കേട്ടോ. ആൺപ്രാവ്, പെൺപ്രാവ്, ആഫ്രിക്കൻ തത്തൊക്കെ ഉണ്ട്. ഈ ആൺപ്രാവിന്റെ ഒച്ച എങ്ങനെ അറിയാം? ആൺപ്രാവിന്റെ ഒച്ച ഭയങ്കര രസം. എങ്ങനെ വെച്ചാല് ഇങ്ങനെ ഉണ്ടാവുക. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കുകയാണ്. എങ്ങനെ അറിയാം? നിങ്ങൾ പെരേക്കുണ്ട്, പെരുക്കളെ കാണിക്കാനാന്ന്. ഈ താറാവിന് താറാവ് ഇങ്ങനെ ഉണ്ടായി. ഇനി നമ്മൾ നേരെ വിളിക്കാൻ നേരത്തെ കേൾക്കൂലേ കുയിൽനാഥോ? കുയിലിന്റെ ഒച്ച എങ്ങനെ അറിയാം? ഉണ്ടായ ഒറ്റ മിനിറ്റ് അടിച്ചോളി. കഴിഞ്ഞിട്ടാ ഞാൻ എടുക്കാൻ പോണല്ലേ. നേരത്തെ രാഷ്ട്രീയക്കാരെ കുറെ നിർത്തില്ലേ, അതേ മാത്രം ഐറ്റംസ് എനിക്ക് എടുക്കാണ്ട്. അത് അതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും മിമിക്രി പഠിക്കുന്നത് ഒരു സിമ്പിൾ പരിപാടിയാണ്. ഞാൻ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ പഠിക്കണം. ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ ദഫ്മുട്ട്, കോൽക്കളി, ആദിവാസി തിരുവാതിരക്കളി അങ്ങനത്തെ പഠിപ്പിച്ചിട്ട് ഞങ്ങളെ ഫീൽഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദഫ്മുട്ട് പഠിപ്പിക്കും. അയ്യോ, എനിക്ക് നടന്മാരുടെ സൗണ്ട് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാവില്ല. അല്ലല്ല, കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ട് പഠിക്കാം. എങ്ങനെ അറിയാം? നിങ്ങൾക്കും പഠിക്കാം. എന്റെ ചുണ്ടുമ്പൽ എന്താ പഠിച്ച് എന്റെ ചുണ്ടുമ്പലെന്ന് വെച്ചാക്കില്ലേ. ഇതാണ് മിമിക്രിയുടെ തുടക്കം. ഇതെങ്ങനെ മിമിക്രി ആയി മാറാന്നുള്ളത് പറഞ്ഞുതരാം. ഇത് 3 വീതം വിടണം. അപ്പൊ ഞാൻ ഇവിടെ എന്റെ കൂടുതൽ വിട്ടുപോകാൻ മതി കേട്ടോ. മഹരിബിലും മശരിക്കിലും നബി ശംസുലുദാഫി കുല്ലു സമാമി മൗലായ മൗലല്ലായനി സൈനദ് ഇനാനി. പഠിച്ചു. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. കാലുപിടിക്കൊന്നും വേണ്ട. എല്ലാരും ഇതേമാതിരി തുടക്കത്ത് കാല് പിടിക്കും, പിന്നീട് തലയിൽ കയറിക്കോളും. കാലുപിടുത്തം വേണ്ട. ഇനി എടുക്കാൻ പോണില്ലേ? ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾ രാഷ്ട്രീയക്കാരത്ത് എടുത്തില്ലേ, അതേമാതിരത്തെ സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ ഒരൊറ്റ മുളക് ഉണ്ടായാൽ മതി. നാളെ മുതൽ നിങ്ങളെല്ലാരും മിമിക്രി കാണിക്കുക. അതായത് എരി വരുമ്പോ നമ്മളങ്ങോട്ട് പറഞ്ഞാൽ മതി. കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാരെ സൗണ്ടൊക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ആ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അതായത് ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറ് സൗണ്ട് എടുക്കൽ വളരെ സിമ്പിൾ ആയി. ഞാൻ കാണിച്ചു തരാം. മുളകിന്റെ ചുവപ്പ് കണ്ടപ്പോഴേ ഉറപ്പ് ഇത് എല്ലാം ശരിയാക്കും.
എന്ന് ഇപ്പൊ മൊത്തത്തിൽ ശരിയായിരിക്കുകയാണ്. പക്ഷെ പാർട്ടി തിരിച്ചു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൈയടിച്ചോളി. ഇങ്ങനെ നമ്മൾ മുളക് വെച്ചിട്ട് നമ്മൾ തൊണ്ടയിലൊക്കെ കൂടി കഴിഞ്ഞാൽ ആകെ ഒരു കരകരപ്പുണ്ടാവില്ലേ? ആ കരകരപ്പുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ അതുകൊണ്ടിട്ട് കാണിച്ചു തരാം. അത് മുളക് കഴിച്ചതിന് ശേഷം ഒരു ജാതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണല്ലോ. അതിന് ഏത് ജാതി മുളകായിരുന്നു ഒരു പിടിയില്ല. അടിച്ചോളി. ഇങ്ങനെ നമ്മൾ മുളകടിച്ചിട്ട് നമ്മളെ വയറിനുള്ളത്തിൽ കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ട സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ തോന്നും. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ VS അച്യുതാനന്ദൻ സാറെ സൗണ്ടിട്ടും കാണിച്ചു തരാം. മുളകിൻ്റെ ചുവപ്പ് കണ്ട് കഴിഞ്ഞപ്പോൾ അണ്ടകടാഹമ്പരെ കാലിപ്പോയി അടിച്ചോളി. ഇങ്ങനെയായിരിക്കും ഇനി വേദിയിൽ മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിരുന്ന നമ്മളെ എന്താ പറയാ ഒരുപാട് വർഷം നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ VS അച്യുതാനന്ദൻ സാറ് നമ്മുടെ ഈ വേദിയിൽ പുനർജനിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാണിക്കാൻ പോണത്. ഫിഗറാണ് കാണിക്കാൻ പോണത്. പിന്നെ പ്രത്യേക അഭ്യർത്ഥന ഉണ്ട്. ഇതൊന്നും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ആർക്കാച്ചാൽ വോട്ട് ചെയ്തോളൂ. ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടണ്ട. ഒരു മെമിക്രി ആയിട്ട് കണ്ടാൽ മതി. ഒരു VSന്റെ ഒരു പാട്ടോളി. ആ ഒരു ഫിഗർ തോന്നുകയാണെങ്കിൽ കൈയടിച്ചോളി. ആക്കി ഇത് കാണിച്ചിട്ട് സമ്മാനം 3 ലക്ഷം രൂപ സമ്മാനം കിട്ടിയിട്ട് അതുകൊണ്ട് പാട്ട് കൊടുത്തിട്ടുണ്ട്. VSന്റെ പാട്ട് ഇട്ടോളി. ഒരു മഞ്ഞ കളറുള്ള ഒരു സാധനം ഇട്ടോളി. LED വാൾ പ്ലീസ്. Thank you.